ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിബിൻ്റെ കൃഷിയിടത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറേ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സുകളുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇവിടുത്തെ ഗോൾഡൻ പപ്പയയാണ്. നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കൂടുതൽ പ്ലാന്റ്സിൽ കാണും. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ചെറിയ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോൾഡൻ പപ്പയയുടെ അടുത്താണ് നിൽക്കുന്നത്. ഗോൾഡൻ നിറത്തിൽ നിറയെ കായ്കളുമായിട്ട് നിൽക്കുന്ന ഗോൾഡൻ പപ്പയ ഒരു ഹൈബ്രിഡ് ഇനമാണ്. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങി നടുന്ന ഒരു ഇനമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത മൂപ്പാകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കായ്കളൊക്കെ മഞ്ഞ നിറത്തിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതൊരു നല്ലൊരു ഭംഗിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ കഴിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ഇതിൻ്റെ ടേസ്റ്റ് പറയാനാണെങ്കിൽ ഒരു മീഡിയം ടേസ്റ്റാണ്. ഒരുപാട് നല്ല മധുരമുള്ള പപ്പായ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു നാടൻ ഇനങ്ങളെ അപേക്ഷിച്ച് ഒരല്പം രുചിക്കുറവുണ്ട്. പക്ഷേ വീട്ടുമുറ്റത്തോ പറമ്പിലോ ഒക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. കാരണം അതിന് ആരെയും ആകർഷിക്കാൻ പോകുന്ന ഭംഗിയാണ് ഇതിനുള്ളത് അല്ലേ. നമുക്കൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാം. നമുക്ക് അത്യാവശ്യം ഇതിൽ നമുക്ക് കായ്കൾ പറിച്ച് കഴിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ കറി വയ്ക്കാൻ, മോര് കാച്ചാൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലേ. ഇപ്പോൾ ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് അടുക്കളയിലേക്കുള്ള പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള പപ്പങ്ങ കിട്ടാനായിട്ടും ഒക്കെ സഹായിക്കും. അപ്പോൾ അത് ഞങ്ങൾ ഗോൾഡൻ പപ്പയയുടെ അടുത്താണ്. ഇതൊരു വെറൈറ്റി പപ്പയ മരമാണ്. അപ്പോൾ അതിനെ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് നല്ല അടിപൊളി മഞ്ഞ കളറിലുള്ളതാണ്. അത് പഴുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറിലേക്ക് വരുന്നുണ്ട്. ഡാർക്ക് യെല്ലോ റെഡ് അല്ലേ, ആ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ താഴെ പഴുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും ഇതിൻ്റെ കായ് ഞങ്ങൾ കഴിച്ച സമയത്ത് ഇതിൽ കട്ട് ചെയ്തപ്പോൾ കറക്റ്റ് ഒരു സീഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറിജിനൽ ഗോൾഡൻ പപ്പയ ആയതുകൊണ്ടാണ് സീഡ് കുറഞ്ഞത്. അല്ലെങ്കിൽ കൂടുതൽ മിക്സൊക്കെ ആണെങ്കിൽ കൂടുതൽ സീഡ്സ് ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ റെഡ് ലേഡി ഉണ്ടായിരുന്ന സമയത്ത് ഫ്രണ്ടിൽ റെഡ് ലേഡി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിറയെ കായ്കളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് സീഡ് കൂടുതലുണ്ടായിരുന്നു. സാധാരണ പപ്പയ പോലെ തന്നെ സീഡ് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിത്ത് നമ്മൾ മുളപ്പിച്ചപ്പോൾ ആ ഒരു ഗുണം കിട്ടിയില്ല. ആ പപ്പയ നല്ല കുടം പോലെ ഇരിക്കുന്ന പപ്പങ്ങയായിരുന്നു. നല്ല തൂക്കവും കാര്യങ്ങളുമായിരുന്നു. പക്ഷേ അതിൻ്റെ വിത്ത് മുളപ്പിച്ചപ്പോൾ നമുക്ക് ആ ഒരു രുചിയും വലിപ്പവും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ഗോൾഡൻ പപ്പയ പറിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ പ്ലാന്റ് വാങ്ങിച്ച് നട്ടതാണോ ഇവിടെ? അത് പ്ലാന്റ് വാങ്ങി നട്ടതാണ്. അത്യാവശ്യം കാണാനുള്ള ഒരു ഭംഗിയാണ് ഇതിന്റെ. നമുക്ക് കഴിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആൾക്കാർക്ക് വീടിന്റെ അടുത്തൊക്കെ വെക്കാനും പ്ലാന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ വെക്കാവുന്ന മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗാർഡനിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെക്കാം. വരുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് വന്ന് ഇതിൻ്റെ അടുത്ത് വന്ന് നോക്കും. അത്രയും നല്ലൊരു ഭംഗിയുള്ള നമ്മൾ ചെടി വെക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഇതിനകത്ത് നമുക്ക് സീഡ് മുളപ്പിച്ചാലും നമുക്ക് എങ്ങനെയാണ്? നമ്മളിത് ചെയ്ത് നോക്കിയിട്ടില്ലല്ലേ? ഈ പ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ വെച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് ചെയ്യാന്ന് വിചാരിക്കും. നല്ല ഹൈറ്റ് കുറഞ്ഞിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത കണ്ട, ഇതിൻ്റെ ഇലയ്ക്ക് ഒരു വെറിഗേഷൻ പോലെ വന്നിട്ടുണ്ട്. അതാണ് മറ്റൊരു ആകർഷണം. നമ്മൾ ഗോൾഡൻ പപ്പയ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും ഈ ഒരു വെറിഗേഷൻ കണ്ടിട്ടില്ല. ഇതിനെല്ലാം മിക്കവാറും ലീവ്സിന് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഗോൾഡൻ പപ്പയയുടെ തന്നെ വേറെ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് ഇതുപോലെ വെറിഗേഷൻ ഇല്ലാത്ത ഇനമാണ്. നമുക്ക് ഓരോന്നും വെച്ച് പിടിപ്പിച്ച് കായ്കളൊക്കെ ഉണ്ടായി വളർന്നു വരുമ്പോഴാണ് ഓരോന്നിൻ്റെയും വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുക. പപ്പായ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. രുചിയിലും കായ്കളുടെ വലിപ്പത്തിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പപ്പയയുടെ ഗുണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ഔഷധ മൂല്യമുള്ളതാണ്. അതായത് യൂറിക് ആസിഡ് കുറയ്ക്കാൻ, കൃമിശല്യം അകറ്റാൻ, അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കൂടിയാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ പപ്പയ നട്ടിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇനി നടാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രധാനമായിട്ടും, നല്ല സൂര്യപ്രകാശമുള്ള ഇടത്ത് വേണം നടാനായിട്ടെന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന അത്രയും കായ്ഫലം കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പ്ലാന്റ് നടുമ്പോൾ നമ്മൾ കുഴിയെടുത്ത് അതിൽ പച്ചച്ചാണകം ചേർത്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ ചേർക്കുക. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് പ്ലാന്റ് നടാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. അപ്പോൾ വെള്ളം നിൽക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ മണ്ണ് കൂട്ടിയിട്ട് വേണം നടാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പപ്പായ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടു ചിലവിൽ നിന്ന് എത്ര രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റുമെന്ന് അറിയാവോ? അതോരോരുത്തരും ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇത് നമ്മുടെ അടുത്ത ഗോൾഡൻ പപ്പയ ആണല്ലേ. ഇത് വെറിഗേറ്റഡ് ഇനമല്ല. ഇത് നമ്മൾ നേരത്തെ കണ്ടത് കുറച്ചുകൂടി വെറിഗേറ്റഡ് ആയിട്ടുള്ള സംഭവമായിരുന്നു. ഇപ്പോൾ ഇതല്ല, ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഇലയാണ്. ടേസ്റ്റിൽ വ്യത്യാസമുണ്ടോ?
അങ്ങനെ ഇല്ലല്ലേ, ടേസ്റ്റിൽ വലിയ വ്യത്യാസം ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകൾ, നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ പ്ലാന്റുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും.